ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് ഗോവയിലാണ്. ഓൾഡ് ഗോവയിലെ ഒരു കത്തീഡ്രൽ കാണാനായിട്ടാണ് ഇന്ന് പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഈ വഴിയാണ് കത്തീഡ്രൽ കാണാനായിട്ട് വന്നത്. വഴിക്ക് ഇതാ ഇങ്ങനെ ഒരു ആർച്ച് കാണാം. ഇതിന്റെ പേര് ആർച്ച് ഓഫ് വൈസ്രോയി എന്നാണ്. അതിനു മുന്നിലായി ഒരു ഫലകം വെച്ചിട്ടുണ്ട്. ഈ ആർച്ച് എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഈ ഫലകത്തിലുള്ളത്. അത് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ സെന്റ് കജേതൻ ചർച്ച് കാണാൻ കഴിയും. 1661 ഈ പള്ളി പണി കഴിപ്പിച്ചത്. പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ കുറച്ച് അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും. ഗേറ്റ് ഓഫ് ദ പാലസ് ഓഫ് ആദിൽ ഷാ എന്നാണ് ഫലകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് നമുക്ക് പള്ളിക്കകത്തേക്ക് പോയി നോക്കാം. വത്തിക്കാൻ സിറ്റിയിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മാതൃകയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഇതിനടുത്തായിട്ട് ഒരു കോൺവെന്റ് ഉണ്ട്. അതിനു മുൻപിൽ ഒരു നല്ല പൂന്തോട്ടമുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഇറ്റാലിയൻ ശില്പികളായ കാർലോ ഹെരാരിസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പള്ളി നിർമ്മിച്ചത്. ഗ്രീക്ക് കുരിശിന്റെ രൂപത്തിലാണ് ഈ പള്ളിയുള്ളത്. പള്ളിക്കകത്തൊരു വലിയ താഴികക്കുടമുണ്ട്. ഈ ദേവാലയത്തിന് 7 ആൾത്താരകളുണ്ട്. പ്രധാന ബലിപീഠമാണ് ഈ കാണുന്നത്. മരത്തിൽ പണിതീർത്ത ശില്പങ്ങൾ നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. ഇവിടുന്ന് ഒരു 500 മീറ്റർ ദൂരമുണ്ട് സേ കത്തീഡ്രലിലേക്ക്. നമുക്ക് അവിടേക്ക് പോവാം. ഇത് വലതുവശത്ത് കാണുന്നതാണ് കത്തീഡ്രൽ. അതുപോലെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. പള്ളിയുടെ മുൻഭാഗമാണിത്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഗേറ്റിന് മുൻവശത്തായിട്ട് 2-3 വിദേശികളൊക്കെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. നിരോധിത നിയന്ത്രണ മേഖല എന്ന ബോർഡൊക്കെ ഗേറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പള്ളിക്കകത്തേക്ക് പോവാം. വിശാലമായ ഒരു പൂന്തോട്ടം പള്ളിക്ക് ചുറ്റിനും കാണാൻ കഴിയും. പോർച്ചുഗീസുകാർ മുസ്ലിം സൈന്യത്തിനെതിരെ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് സേ കത്തീഡ്രൽ പണിതത്. ഗോൾഡൻ ബെൽ എന്നറിയപ്പെടുന്ന ഒരു വലിയ മണിയുണ്ട്. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മണിയെന്നാണ് പറയപ്പെടുന്നത്.
1619 ഈ പള്ളിയുടെ പണി പൂർത്തിയായത്. പക്ഷെ 1640 ഇത് ജനങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടത്. പൂന്തോട്ടത്തിന് നടുവിലായിട്ട് യേശുദേവന്റെ ഒരു പ്രതിമ കാണാൻ സാധിക്കും. ഇനി നമുക്ക് പള്ളിക്കകത്തേക്ക് കയറി നോക്കാം. പള്ളിക്കകത്ത് കയറുമ്പോൾ നമ്മൾ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരി മാറ്റിയിട്ട് വേണം കയറാൻ. അത് മറക്കരുത്. അതിൻ്റെതായിട്ടുള്ള ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണം. പോർച്ചുഗീസ് ശൈലിയിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിക്ക് 250 അടി നീളവും 181 അടി വീതിയുമുണ്ട്. അതുപോലെ തന്നെ 181 അടി ഉയരവുമുണ്ട്. മുഴുവൻ മരത്തടിയിൽ ചെയ്ത ശില്പങ്ങളാണ് കാണാൻ സാധിക്കുക. കത്തീഡ്രലിൽ 1532 നിർമ്മിച്ച ഒരു സ്നാന ഫോണ്ടുമുണ്ട്. ഇത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നിരവധി ആൾക്കാരെ സ്നാനപ്പെടുത്താൻ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. നമുക്കിനി പുറത്തേക്ക് പോവാം. അവിടെ പൂന്തോട്ടത്തിന് നടുവിലായിട്ട് ഒരു കിണറിൻ്റെ കരയിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെയും ഒരു സ്ത്രീയുടെയും പ്രതിമകളുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായ ഒരു എക്സിബിഷൻ ഹാളുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. അകത്തേക്ക് കയറണമെങ്കിൽ 20 രൂപയാണ് ചാർജ്. അതുപോലെ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാനോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനോ ഒന്നും അവർ സമ്മതിക്കത്തില്ല. പോർച്ചുഗീസ് രീതിയിലുള്ള പഴയ കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത്. ഹാളിലേക്ക് കയറും വഴിക്ക് തന്നെ മറ്റൊരു ചർച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകവും മരത്തിൽ തീർത്ത ശില്പങ്ങളാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനടുത്തായിട്ടാണ് മ്യൂസിയം ഉള്ളത്. പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗൺ പൗഡർ ഫാക്ടറിയിൽ നിന്നുള്ള മിൽ കല്ലുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ കാണാൻ കഴിയും. അതുപോലെ പഴയ ശില്പങ്ങളൊക്കെ അവിടെ കാണാം. കാണുന്നത് ഒരു പഴയ പള്ളിയാണ്. ഇതിലിപ്പോൾ റീവർക്കുകൾ നടക്കുകയാണ്. ഇതിനടുത്തായിട്ടൊരു കുളമൊക്കെ ഉണ്ട്. ഓൾഡ് ഗോവയിലാണ് ഈ പള്ളിയുള്ളത്. ഗോവയിൽ വരുന്നവർ തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു ചരിത്ര പ്രധാനമായ ഒരു സ്ഥലമാണിത്. അതുപോലെ ഗോവയിൽ വരുന്നവർ ബീച്ച് മാത്രം സന്ദർശിക്കാതെ ഓൾഡ് ഗോവ കൂടി വന്ന് കാണുക. ഇനിയും കാഴ്ചകൾ ബാക്കിയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്